സുഹൃത്തുക്കളെ, അപ്പോൾ നിലമ്പൂരിലൊരു മത്സര ചിത്രമായല്ലേ. എന്തായാലും പി വി അൻവർ കൂടി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അൻവർ ഇനി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അൻവറിൻ്റെ ഒരു രീതി അങ്ങനെയൊക്കെയാണ്. എന്തായാലും എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തും വരുന്നു, ബി ജെ പി മത്സരിക്കില്ല എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു ആ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ അതാ മത്സരിക്കുകയാണ്. ബി ജെ പിയുടെ ഒരു ചിഹ്നത്തിൽ തന്നെയാണ്, താമര ചിഹ്നത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ്സുകാരൻ മത്സരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ ഇനിയിപ്പോൾ ചർച്ച ചെയ്യാം. കാരണം ഒരു മത്സര ചിത്രമായല്ലോ, ആരാണ് ആർക്കാണ് എന്തൊക്കെയാണ് ഗുണം എന്നുള്ളത്. പൊതുവിൽ ആർക്കാണ് ഒരു മുൻതൂക്കം ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഓരോരുത്തരുടെയും സാധ്യതകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായ സാധ്യതകൾ നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ വിവാദങ്ങൾ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. പുതിയൊരു വിവാദം വന്നത് ഈ മോഹൻ ജോർജ് ഏത് പാർട്ടിക്കാരനാണ്, കേരള കോൺഗ്രസ് ബാലകൃഷ്ണനുള്ള വിഭാഗമാണ് എന്നയാൾ പറയുന്നു, അദ്ദേഹം പറയുന്നു. ഇപ്പുറത്ത് അങ്ങനെയല്ല, ജോസഫ് ഗ്രൂപ്പാണ് എന്ന വാദവുമായി മാണി ഗ്രൂപ്പ് രംഗത്തെത്തുന്നു. ചില ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ജോസഫ് ഗ്രൂപ്പ് അത് തള്ളിക്കളയുന്നു. ഒരു വശത്ത് അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം വിവാദങ്ങളൊക്കെയാണ് ഈ ദിവസങ്ങളിലുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അൻവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തുന്നു. സ്ഥാനാർത്ഥിയായി ഇനിയിപ്പോൾ വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇനി ഉണ്ടാകുക അൻവറിൻ്റെ വിലാപങ്ങളോ അതൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രമാകുക. അൻവർ ഇനി യു ഡി എഫിനെതിരെ നേരിട്ട് പറയേണ്ടി വരും. യു ഡി എഫ് തിരിച്ചു അറ്റാക്ക് ചെയ്യും. യു ഡി എഫിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ മത്സര രംഗത്ത് ഉറപ്പാണെങ്കിൽ, അതായത് നോമിനേഷൻ പിൻവലിക്കുന്ന തീയതി വരെ ഞങ്ങളൊന്നും പറയില്ല എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. അത് കഴിഞ്ഞാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതോടെ അൻവറിന് മറുപടി ഉണ്ടാകും. അൻവറും ഇതും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കൽ അവിടെ ഉണ്ടാകും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് കൂടി, അദ്ദേഹവും വളരെ മികച്ച രീതിയിൽ മാധ്യമങ്ങളിൽ ശോഭിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാ പഞ്ചായത്തിലും എത്തുന്നുണ്ട്. അതോടുകൂടി ഇതൊരു രാഷ്ട്രീയ വിവാദമാകും. സംസ്ഥാന സർക്കാരിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഇനിയുള്ള ദിവസങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോൾ എം സ്വരാജ് സ്ഥാനാർത്ഥിയായ ശേഷം ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞതും സംസ്ഥാന സർക്കാരിനെ അതിൻ്റെ തുടർ ഭരണത്തിന് വേണ്ടിയുള്ളൊരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ്. എൽ ഡി എഫ് അവരുടെ രാഷ്ട്രീയം നേരിട്ട് പറയുകയാണ്. പലപ്പോഴും ഒളിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ വെച്ചിട്ട് അവിടുത്തെ മലയോര മേഖലയുടെ വോട്ട് പിടിക്കുക, അത്തരം തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ എൽ ഡി എഫ് എടുക്കുന്നത് ഒരു ധൈര്യപൂർണമായ നിലപാടാണ്. ഇതാ നോക്കൂ, എൽ ഡി എഫ് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. തൊട്ടിപ്പുറത്ത് എം സ്വരാജ് പറയുന്നു സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന്. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അത് തന്നെ തുറന്ന് കാട്ടാനൊരു ധൈര്യം കാട്ടുന്നു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. അവിടെയാണ് എൽ ഡി എഫിനും യു ഡി എഫിനുമുള്ള ഗുണം. യു ഡി എഫിനെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ സർക്കാരിൻ്റെ പരാജയങ്ങൾ, സർക്കാരിൻ്റെ തിരിച്ചടികൾ, ദേശീയപാതയിലുണ്ടായ സംഭവങ്ങൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നൊരു തെരഞ്ഞെടുപ്പായി ഇത് മാറും എന്നുള്ളതാണ്. പക്ഷെ അവിടെ സാധാരണ ബി ജെ പി ആണ് ഈ രണ്ട് മുന്നണികൾക്കുമെതിരെ പറയുന്നതെങ്കിൽ അതിലും ശക്തമായി പറയാൻ ഇവിടെ പി വി അൻവർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. ബി ജെ പി താരതമ്യേന ദുർബലമായ മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,000 വോട്ട് മാത്രമാണ് കിട്ടിയത്. അവിടെ ഏറ്റവും കൂടുതൽ അതിന് തൊട്ട് മുൻപ് ഇപ്പുറത്ത് സുരേന്ദ്രൻ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 17,000 വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം. ബി ഡി ജെ എസിന് 12,000 വോട്ട് 2016 തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ബി ജെ പി ഇത്തവണ ഇറക്കിയ സ്ഥാനാർത്ഥി ഒരല്പം എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റ് സ്ഥാനാർത്ഥി, വേറൊരു പാർട്ടിക്കാരൻ ആർക്കും ഇല്ല, ബി ജെ പിക്ക് ആളില്ലാത്തതുകൊണ്ട് മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ബി ജെ പിക്ക് അവിടെ ഒരു കേഡർ വോട്ടുകൾ ഏതായാലും ഒരു 8,000 വോട്ടെങ്കിലും ഉണ്ടാകും എന്ന് കരുതാം. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ബന്ധമാണ്. ഇപ്പോൾ ചുങ്കത്തറ മാർത്തോമ പള്ളിയുടെ വൈസ് പ്രസിഡൻ്റാണ് ഇദ്ദേഹം. മാർത്തോമയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. പിന്നീട് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പ്രവർത്തനം ചെറുപ്പം മുതൽ നടത്തി വന്നിട്ടുള്ള ഒരു നേതാവാണ്, അഭിഭാഷകനാണ്. ആ നിലയിൽ അദ്ദേഹം വ്യക്തിപരമായി സമാഹരിക്കും വോട്ടുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു വോട്ട് മുതൽ ചിലപ്പോൾ എത്ര വോട്ട് വരെ വേണമെങ്കിലും ആകാം. ഒരു പരമാവധി ഒരു 5,000 വോട്ടുകൾ വരെ അധികമായി പിടിച്ചാൽ, 5,000 പോട്ടെ, ഒരു 2,500 വോട്ടെങ്കിലും പിടിച്ചാൽ അത് നഷ്ടമാകുക മാർത്തോമ സഭയുടെ വോട്ടുകൾ. അത്
ഒരുപക്ഷെ കോൺഗ്രസ് വോട്ടുകളായിരിക്കാം, പക്ഷെ അതിൽ നിന്നും വ്യക്തിപരമായി വീണു പോകുന്നത് ഈ കോൺഗ്രസിനുള്ള ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ആര്യാടൻ ഷൗക്കത്തിനെ ആയിരുന്നില്ല കോൺഗ്രസ് ആദ്യം പരിഗണിച്ചിരുന്ന, VS ജോയി ആയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ആര്യാടൻ ഷൗക്കത്തിന് അവിടെയുള്ള ശത്രുത തന്നെയാണ്. അവിടുത്തെ കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ളവർ, വിവിധ മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഒരു എതിർപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വോട്ടുകളും അവിടെ തിരിച്ചടിയാണ് UDFന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പുറത്ത് സ്വരാജിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിനെതിരായ ഒരു പ്രശ്നം എന്നുള്ളതിനപ്പുറത്തേക്ക് മണ്ഡലംകാരനാണ് എങ്കിൽ പോലും മണ്ഡലത്തിൽ അത്രയും സജീവമായി ഇടപെടുന്ന ഒരാളല്ല, ആയിരുന്നില്ല സ്വരാജ് എന്നുള്ളതാണ്. സ്വരാജ് എല്ലാവരെയും പോലെ സംസ്ഥാനത്താകെ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ്. പക്ഷേ വ്യക്തിബന്ധങ്ങൾ ഈ താഴെ തട്ടിലുള്ള സാധാരണക്കാരനുമായ ഒരു മണ്ഡലത്തിൽ സൂക്ഷിക്കുന്നതിലും മണ്ഡലം നോക്കുന്നതിലൊക്കെ സ്വരാജ് വലിയ വിജയമാണ് എന്ന് തൃപ്പൂണിത്തുറയിലെ പരാജയം, രണ്ടാം തവണത്തെ പരാജയം കാണുമ്പോൾ നമ്മൾ എടുത്ത് കാണേണ്ടി വരും. സാധാരണ ഒരു ആൾ മണ്ഡലത്തിൽ മത്സരിച്ചാൽ പിന്നെ ആ മണ്ഡലം അങ്ങ് നിലനിർത്തി കൊണ്ടുപോകുന്ന രീതിയാണുള്ളത്. സ്വരാജിന് 99 സീറ്റ് LDF നേടിയപ്പോഴും അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയാണ് അവിടുത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും PV അൻവർ എന്ന പ്രധാനപ്പെട്ട ഘടകം അവിടെ നിൽക്കുകയാണ്. PV അൻവർ എന്തായാലും പിടിക്കുക ഇടത് കോർ വോട്ടുകളാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം ഇടത് വോട്ടുകളിൽ ചോർച്ചയുണ്ടാകില്ല. ഇടതുപക്ഷത്തിന് വലിയ ആവേശമുണ്ടാകുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്വരാജ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ പവർ പാക്ക് അവിടെ മത്സരിക്കുമ്പോൾ ഇടത് വോട്ടുകൾ ചോർത്തിയെടുക്കാൻ അൻവറിന് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നീടുള്ളത് ഈ മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. മുസ്ലിം വോട്ടുകൾ, മർത്തോമ വോട്ടുകൾ, ഓർത്തഡോക്സ് വോട്ടുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. SNDP വോട്ടുകളുണ്ട്, എല്ലാ വോട്ടുകളും ഉണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഘടകം എന്ന നിലയിൽ പറയുകയാണ്, മുസ്ലിം വോട്ടുകളിൽ കുറച്ചുകൂടി മുസ്ലിം സ്നേഹം കാണിക്കുന്നുണ്ട് PV അൻവർ. ആര്യാടൻ ഷൗക്കത്ത് തൻ്റെ സിനിമകൾ, പാഠമൊന്ന് വിലാപം പോലെ മുസ്ലിം നവീകരണവുമായി ബന്ധപ്പെട്ട പല സിനിമകളും എടുത്ത ഒരാളെന്നുള്ള നിലയിൽ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പ് അവിടെയുണ്ട്. ആ വോട്ടുകൾ പിടിച്ചെടുക്കാൻ PV അൻവറിന് സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഇടത് വോട്ടുകൾ ചോർത്താൻ കഴിയില്ല, UDF വോട്ടുകൾ PV അൻവർ ചോർത്തും എന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടിലാകും UDFന് എന്നുള്ളതാണ്. പിന്നെ ആകെയുള്ള ഗുണം ഭരണവിരുദ്ധ വികാരം അത് എടുത്തു കാട്ടുക എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് എടുത്തു കാട്ടുമ്പോൾ പോലും ഒരുപക്ഷെ അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നത് പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ശത്രുത ഇന്ന് VD സതീശനാണ്. VD സതീശൻ ആ മണ്ഡലത്തിൽ തോറ്റു കാണണമെന്ന് PV അൻവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അൻവർ ദൈനംദിനം ഇടപെട്ടിരുന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ സാധാരണക്കാർക്കിടയിൽ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. ആ മണ്ഡലവുമായി അത്രയധികം പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് നടക്കുന്ന ചർച്ച എന്നുള്ളതിനപ്പുറത്തേക്ക് അൻവർ വ്യക്തിപരമായി അവിടെ വോട്ടുകൾ സമാഹരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ പൊളിറ്റിക്കൽ വോട്ടുകൾ, കോർ വോട്ടുകൾ അല്ല, അതിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ സമാഹരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് UDFന് വലിയൊരു വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിനെതിരായ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും തീരെ മോശമാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുമോ, ജനങ്ങൾ വിലയിരുത്തുമോ എന്നുള്ള പ്രശ്നമുണ്ട്. തീർച്ചയായും അവിടുത്തെ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെട്ടില്ല എന്ന വാദമുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കാനായിരിക്കും സംസ്ഥാനം ശ്രമിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ PV അൻവർ ഒരു ശക്തമായ മത്സരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ ചോർത്തിയെടുക്കുക അത് UDFൻ്റെ വോട്ടുകളായിരിക്കും. മോഹൻ തോമസ് ചോർത്തിയെടുക്കുന്നതും കുറച്ചെങ്കിലും 100 വോട്ടെങ്കിൽ 100 വോട്ട് ചോർത്തിയെടുക്കുന്നതും അത് UDF വോട്ടുകളായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ അവിടെ സ്വരാജിന് ഒരു മുൻതൂക്കം ഈ ഘട്ടത്തിലുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ നമുക്ക് വീണ്ടും വിലയിരുത്തലുകൾ നടത്താം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് അവിടെ സ്വരാജിന് ഒരു മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ്. സ്വരാജ് അങ്ങനെയെങ്കിൽ ചെറിയ വോട്ടിനാണെങ്കിലും കഴിഞ്ഞ വർഷം ഇടതുപക്ഷം 2500-ലധികം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലം നിലനിർത്താനാണ് സാധ്യത. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പറയുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.